ഇനി ഏഷ്യയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. തുർക്കമനിസ്ഥാൻ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു സച്ചാധിപതി പോലത്തെ ഒരാളാണ് അവിടെ ഭരിക്കുന്നത്, സർദാർ ബർദി മുഹമ്മദോവ്. ഈ ഒരു രാജ്യം ഇപ്പോൾ ന്യൂസിലോട്ട് വരുന്നത് ഇപ്പം അടുത്ത അവിടെ ഒരു ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ്. അതിൽ പങ്കെടുത്തിരുന്ന ആൾക്കാർ റഷ്യ, ടർക്കി, ഇറാൻ അങ്ങനത്തെ രാജ്യങ്ങളാണ് പങ്കെടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നു. ഈ ചരിത്രത്തോടെ പോവുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് USSRന്റെ ഭാഗമാവുകയും ഇപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് ആ USSR പൊളിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഈ പറഞ്ഞതുപോലെ തുർക്ക്മെനിസ്ഥാൻ. അപ്പോൾ അതാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു കൂട്ടത്തിന്റെ ഒരു കോൺഫറൻസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഏഷ്യയിൽ നിന്നുള്ള വേറൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു കാര്യം പറയുന്നു. ഞാൻ തുർക്ക്മെനിസ്ഥാന്റെ ഒരു എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു കൊണ്ട്. അപ്പൊ എല്ലാ രാജ്യം അവരവരുടെ രാജ്യത്ത് നിന്നുള്ള പ്രൊഡ്യൂസ് ഇങ്ങനെ വെക്കും. അപ്പം തുർക്ക്മെനിസ്ഥാനില് പ്രൊഡ്യൂസ് എന്താന്ന് വെച്ചാല് അവരുടെ ആ റൂമിലോട്ട് കടന്നു നിന്നാല് ഒരു വലിയ വാൾ സൈസ്ഡ് ആയിട്ടുള്ള ഇവരുടെ ഡിക്റ്റേറ്ററിന്റെ ഒരു ഫോട്ടോ, അതാണ് ആ നാട്ടിലെ പ്രൊഡ്യൂസ്. പിന്നെ വേറൊന്നും ഇല്ല, ആ റൂം എംപ്റ്റി ആണ്, ഇയാളുടെ ഒരു ഫോട്ടോ മാത്രം, പിന്നെ അവിടുത്തെ എയർപോർട്ടിന്റെ ചെറിയ ഫോട്ടോ. അപ്പൊ ഇവരെ നാട്ടിലുള്ള ഈ 2 സാധനങ്ങളാണ് ഉള്ളത്. ജപ്പാന്റെയും ചൈനയും തമ്മിലുള്ള അടിപിടി ഒന്ന് കസർക്കാണ്. US flies bombers in high profile show of support for Japan. അപ്പോൾ തക്കൈച്ചി എന്ന് പറയുന്ന ഇതുവരെ ഷിൻസാബേന്റെ ഭരണകൂടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വലിയ ചൈന എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും മിണ്ടാതിരിക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു. ഇപ്പൊ അവിടെ ഭരണത്തിൽ വരുന്ന ഒരു റൈറ്റ് വിങ് ഗവൺമെന്റ് ആണ് തക്കൈച്ചി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കീഴിലുള്ള. അപ്പൊ പുള്ളിക്കാർ വന്നതിന് ശേഷം ചൈന ചെയ്യുന്ന ഓരോ പരിപാടികളും ചൈന തായ്വാനിൽ കയറിയിട്ട് പിടിച്ചടക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അത് ഞങ്ങള് തായ്വാനും ജപ്പാനും തമ്മിൽ കുറച്ചൊരു ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ തായ്വാൻ ഇന്റർനാഷണലി ചൈനയുടെ ഭാഗമായിട്ട് അംഗീകരിക്കാത്തടത്തോളം കാലം ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കില്ലെന്ന് ജപ്പാൻ പറയുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്റേണൽ അഫയേഴ്സ് ആണ് എന്ന് ചൈന പറയുന്നു. ജപ്പാൻ പറയുന്നത് ഇത് ഇന്റേണൽ അഫയേഴ്സ് അല്ല, ഇത് തായ്വാൻ എന്ന് പറയുന്നത് വേറൊരു ഓട്ടോണോമസ് റീജിയൻ ആണ്, അങ്ങനെ നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം ചൈന ചോദിക്കുന്നു. അങ്ങനെ അവിടെ അടിപിടിയും വർത്തമാനങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജപ്പാന്റെ പല ആൾക്കാരും ചൈനയിൽ നിന്നിട്ട് തിരിച്ചയക്കുന്നു. ജപ്പാനിൽ പഠിക്കുന്ന ചൈനക്കാരോടൊക്കെ തിരിച്ചു വരാൻ പറയുന്നു. അപ്പം അങ്ങനെ പല പല കാര്യങ്ങളോടെ നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ പ്രാവശ്യം ചൈന ജപ്പാന്റെ പിന്നെ ആ ഒരു ഇന്റർനാഷണൽ ബോർഡേഴ്സിന്റെ അവിടെ ഒരു ഫ്ലൈറ്റൊക്കെ വിട്ടിട്ടുള്ള കുറച്ച് പേടിപ്പെടുത്തലുകൾ നടക്കുന്നു. അതിനുശേഷം ജപ്പാനും US കൂടി ആ ഒരു സൗത്ത് ചൈന സീല് ഈ പറഞ്ഞതുപോലത്തെ പിന്നെ എന്താ പറയുക ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു മിലിറ്ററി യൂണിറ്റി കാണിക്കുന്നു. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഏഷ്യയിൽ നിന്നുള്ള വാർത്തകൾ. അപ്പോൾ ഏഷ്യ കഴിഞ്ഞു ആരിഫ് ഭായ്, ഇന്ത്യയിലോട്ടാണ്. കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തോളൂ. എന്താ അഫ്ഗാനിസ്ഥാൻ ഏഷ്യയിലല്ലേ? അഫ്ഗാനിസ്ഥാനിൽ നടന്ന് ഞാൻ വായിച്ചില്ല. പാകിസ്ഥാൻ ഇറാൻ ഫോഴ്സിബിളി ഡിപ്പോർട്ട് ഓവർ 10,000 അഫ്ഗാൻ റെഫ്യൂജീസ് ഇൻ 2 days. ആർക്കും നിലവിളിയില്ല. ഇത് ഇന്നത്തെ 5 മണിക്കൂർ നടന്നോ? ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒന്ന് കാണിച്ചേക്കാം. ഏതായാലും വഴിക്ക് ഇറങ്ങിയല്ലേ. നിങ്ങൾ കാണിക്കുന്നോ? ഞാൻ കാണിക്കാം. പത്തു ആ വീഡിയോസ് അവിടുന്ന് അപ്ലോഡ് ആയോന്ന് നോക്കോ. ഇവിടെ ഡൗൺലോഡ് ആവുന്നില്ലല്ലോ. ഒന്ന് ചെക്ക് ചെയ്യൂ. ഇതാണ് ആ വീഡിയോ. പാകിസ്ഥാൻ ഇറാൻ ഫോഴ്സിബിളി ഡിപ്പോർട്ട് ഓവർ 10,000 അഫ്ഗാൻ റെഫ്യൂജീസ് ഇൻ 2 days. Sharing a report from the High Commission for Addressing Migrants Issues on X, the Afghan government's deputy spokesperson പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇവരെ ഡിപ്പോർട്ട് ചെയ്യാൻ പല കാരണങ്ങളുണ്ട് കേട്ടോ. അതിൽ മുന്നേ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഇവർ ഈ റെഫ്യൂജീസ് ആയിട്ട് വന്ന ആളുകൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അവർ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നും പറഞ്ഞാണ് പലരെയും അവിടെ ഡിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ഓക്കെ, അപ്പോൾ അതാണ്. ഇവർക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും ഡിപ്പോർട്ട് ചെയ്യുക. യൂറോപ്പിൽ ഡിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റേസിസമായി, ഇസ്ലാമോഫോബിയായി.
സ്വന്തം രാജ്യത്തുള്ള അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ നെയ്ബറിങ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഗാസയിലെ കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ അറബ് നേഷൻസിനൊന്നും ഇവരെ റെഫ്യൂജി ആയിട്ട് അംഗീകരിക്കേണ്ട ഒരു ബാധ്യതയില്ല. യൂറോപ്പിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവിടെ റേസിസായി, ഇസ്ലാമോഫോബിയായി. ഇവരൊക്കെ എന്തിനാണ് ഇത് ഏറ്റെടുക്കാൻ പോകുന്ന ഇമാതിരി വെർച്യൂസിനെങ്കിലും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പാത്തു പറഞ്ഞ പോലെ സൂയിസൈഡൽ എമ്പതിയാണ്.